പകർച്ചവ്യാധി ഭീതി ഒഴിയാതെ സംസ്ഥാനം ഇന്ന് 3 മരണം സ്ഥിരീകരിച്ചു. 110 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 മരണം എലിപ്പനിയിലും 1 മരണം ഇൻഫ്ലുവൻസയിലുമാണ്. വിവരങ്ങളുമായി അഞ്ജു കൂടി ചേരുന്നുണ്ട്. അഞ്ജു, സംസ്ഥാനത്ത് പകർച്ചവ്യാധി ഭീതി ഒഴിയാതിരിക്കുകയാണ്. ദിനംപ്രതി മരണസംഖ്യ കൂടുകയാണ്. ഇന്നും ഡെങ്കിപ്പനി 110 പേർക്കാണ് ഇന്ന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിലെ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അവന്തിക, പകർച്ചവ്യാധി ഭീതി ഒഴിയാതെ തന്നെ തുടരുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭീകരമാകുന്നത് ഡെങ്കിപ്പനി കേസുകളുടെ വർധനവാണ്. അത് ഓരോ ദിവസവും 100-ന് അപ്പുറമാണ് അതിന്റെ കണക്കുകൾ നിൽക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ ഒരു വസ്തുത. ഇന്ന് 110 പേർക്കാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ഈ 110 എന്നുള്ളത് ഇന്ന് മാത്രം സ്ഥിരീകരിച്ച കണക്കാണ്. അത് കൂടാതെ തന്നെ 383 പേർ വിവിധ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ആശുപത്രി ചികിത്സയിലുമാണ്. ഡെങ്കിപ്പനി വ്യാപനമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിനെ ഏറ്റവും വലിയ ആശങ്കയിൽ എത്തിക്കുന്നത്. ഈ മാസത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് 7 ആയിട്ടേ ഉള്ളൂ. 7 ദിവസം കൊണ്ട് സംസ്ഥാനത്ത് 742 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം എന്ന് പറയുന്നത്. മരണം ഇന്ന് 3 മരണമാണ് പകർച്ചവ്യാധി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. 2 മരണം എലിപ്പനിയിലും 1 ഇൻഫ്ലുവൻസയിലുമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് സംസ്ഥാനത്ത് 9 എലിപ്പനി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 6 മലേറിയ കേസുകളും ഇൻഫ്ലുവൻസയിൽ 93 ഇൻഫ്ലുവൻസ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷിഗല്ലയുടെ വ്യാപനം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ആരോഗ്യ ഒരു കേസ് മാത്രമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ പനിക്ക് ചികിത്സ തേടുന്നവരുടെ എണ്ണമാണ്. അത് 10,000-ന് അപ്പുറം തന്നെയാണ് ഇന്ന് എല്ലാ ദിവസവും കണക്ക് നിൽക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. 11,000 കടന്നിരിക്കുന്നു. ഇന്നും പനിക്ക് ചികിത്സ തേടിയവരുടെ എണ്ണം, അതുപോലെ തന്നെ വയറിളക്ക രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ട്. സംസ്ഥാനത്ത് ഈ മഴ കൂടി കടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കടക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള പകർച്ചവ്യാധി വ്യാപനം വർദ്ധിക്കുമെന്ന് തന്നെയാണ് ഈ ആരോഗ്യ വകുപ്പിന്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത്. മതിയായ ഡോക്ടർമാരുടെ സേവനം പല ആശുപത്രികളിലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇത് ഈ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളെയും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാരെയും അടക്കം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. എന്നാലും സംസ്ഥാനത്ത് പകർച്ചവ്യാധി ഭീതി ഇപ്പോഴും ഒഴിയുന്നില്ല. മഴ കടക്കുന്നത് കൂടി ചെയ്യുമ്പോൾ ഇതെന്തായാലും വർദ്ധിക്കാൻ തന്നെ ആയിരിക്കും അവന്തിക ഒരു സാധ്യത. ശരി, അഞ്ജുവാണ് വിവരങ്ങൾ നൽകിയത്.